ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ ജോലി തേടി ഒരു വലിയ മാളിൽ ചെന്നു. അവിടെ ഒരു സെയിൽസ്മാൻ്റെ ഒഴിവുണ്ടായിരുന്നു. മാനേജർ പറഞ്ഞു, നാളെ രാവിലെ മുതൽ നിങ്ങൾ ജോലിയിൽ പ്രവേശിച്ചോളൂ. അടുത്ത ദിവസം വൈകുന്നേരം ജോലി അവസാനിച്ചപ്പോൾ മാനേജർ ചോദിച്ചു, നിങ്ങൾ ഇന്ന് എത്ര പേർക്കാണ് സാധനങ്ങൾ വിറ്റത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, ഒരാൾക്ക്. മാനേജർ പറഞ്ഞു, സാധാരണയായി ഞങ്ങളുടെ സെയിൽസ്മാൻ ഒരു ദിവസം ശരാശരി 20 മുതൽ 30 പേർക്ക് വരെ സാധനങ്ങൾ വിൽക്കാറുണ്ട്. അതുപോട്ടെ, എത്ര രൂപയുടെ വിൽപ്പന നടന്നു? ചെറുപ്പക്കാരൻ പറഞ്ഞു, 20 ലക്ഷം രൂപയുടെ. മാനേജർ അതിശയത്തോടെ ചോദിച്ചു, 20 ലക്ഷം രൂപയോ? നിങ്ങൾ എന്താണ് വിറ്റത്? ചെറുപ്പക്കാരൻ പറഞ്ഞു, ആദ്യം ഞാൻ അയാൾക്ക് ഒരു ചൂണ്ട വിറ്റു. പിന്നീട് മീൻ പിടിക്കാനുള്ള ബോട്ട് വാങ്ങാൻ ആ വിഭാഗത്തിലേക്ക് കൊണ്ടുപോയി. മാനേജർ ചോദിച്ചു, ചൂണ്ട വാങ്ങാൻ വന്നയാൾക്ക് നിങ്ങൾ ബോട്ട് വിറ്റോ? ചെറുപ്പക്കാരൻ വിശദീകരിച്ചു, അങ്ങനെയല്ല, അയാൾ ഭാര്യയ്ക്ക് വേണ്ടി ചിപ്സ് വാങ്ങാൻ വന്നതായിരുന്നു. ഈ ആഴ്ച അവസാനത്തിൽ നിങ്ങൾ എന്ത് പരിപാടിയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, മല കയറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസമായ ആകാശത്ത് കാർമേഘങ്ങൾ മൂടിയിരിക്കുന്നത് കൊണ്ട് മലകയറ്റം അത്ര രസകരമാകില്ല. പകരം മീൻ പിടിക്കാൻ പോയാൽ കൂടുതൽ രസകരമാകുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണ് അയാൾ ചൂണ്ട വാങ്ങിയത്. ഒരു ചെറിയ ബോട്ടും കൂടി ഉണ്ടെങ്കിൽ നദിയുടെ നടുക്ക് ചെന്ന് മീൻ പിടിക്കാമെന്നും അത് ഒന്നുകൂടി രസകരവും സാഹസികവുമാവുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ അയാൾ ബോട്ടും വാങ്ങിച്ചു. നാമൊക്കെ ഇതുപോലെ പലപ്പോഴും സൂപ്പർ മാർക്കറ്റുകളിൽ കയറുന്നവരാണ്. ഒരേ ഒരു സാധനം മാത്രം വാങ്ങണമെന്ന ആഗ്രഹത്തോടെ പോയിട്ട് കൈ നിറയെ സാധനങ്ങളുമായി തിരികെ വരുന്ന സ്വഭാവം നമ്മളിൽ പലർക്കും ഉണ്ടാകും. വീട്ടിലെത്തുമ്പോഴാണ് എന്തിനാണ് ഇതൊക്കെ വാങ്ങിയതെന്ന് ആലോചിക്കുന്നത്. നോ പറയാൻ അറിയില്ല എന്നതാണ് ഈ സ്വഭാവത്തിന്റെ അടിസ്ഥാന കാരണം. പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ നോ പറയാൻ പഠിച്ചവർക്ക് ഇതുപോലുള്ള അബദ്ധങ്ങളിൽ നിന്ന് രക്ഷ നേടാം. നമ്മുടെയൊക്കെ മനസ്സ് ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ കാഴ്ചകളും ചിന്തകളും സംസാരങ്ങളും കൂട്ടുകെട്ടുകളും എല്ലാം ചേർന്നതാണ് ഈ മനസ്സ്. പലപ്പോഴും നോ പറയാൻ പഠിക്കാത്തത് കൊണ്ട് ആവശ്യമില്ലാത്തവയെ ഒഴിവാക്കുക എന്നത് പലർക്കും പ്രയാസകരമായി തീർന്നിരിക്കുന്നു. അത് മനസ്സിനുള്ളിലെ കാര്യമായാലും മറ്റുള്ളവരോടുള്ള ബന്ധത്തിന്റെ കാര്യമായാലും നോ പറയേണ്ടിടത്ത് നോ പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത പലതും സ്ഥാനം പിടിക്കും. അവസാനം ആവശ്യമില്ലാത്ത തിന്മകളാകും കൂട്ടായി വരുന്നത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം, തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മ എന്ന് പേർ പറയുകയും ഇരുട്ടിന് വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. ജീവിതത്തിൽ നന്മയെയും തിന്മയെയും ഇരുട്ടിനെയും വെളിച്ചത്തെയും മധുരത്തെയും കയ്പിനെയും തിരിച്ചറിഞ്ഞ് ആവശ്യമായത് മാത്രം തിരഞ്ഞെടുക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. സർവ്വതിന്മയും കളവായി പറയും നിന്റെ പേർ മായിക്കുവാൻ വൃഥാ ശ്രമിക്കും ഭക്തർ. നാമം തലമുറ തലമുറയായി എന്നേക്കും ഓർമ്മയിൽ നിലനിന്നിടും. ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല. ശത്രുവിന്റെ പേരിനി ഓർക്കയില്ല, അവൻ നിന്ന സ്ഥലമിനി കാണുകില്ല.